പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. സഭയിൽ ജോൺ ബിട്ട സുരേഷ് ഗോപിയുടെ തൊലി ഇങ്ങനെ അങ്ങോട്ട് കീറിയെടുത്ത് ഉപ്പും മുളകും വാരി വിതറി വറുക്കാൻ വെച്ചു. റോസ്റ്റ് തന്നെ. ഇത്രയും നാണം കെട്ടിട്ടും ഒരക്ഷരം പ്രതികരിക്കാൻ പോലും കഴിയാതെയുള്ള ആ ഇരിപ്പുണ്ടല്ലോ, അതാണ് ശരിക്കുമുള്ള സുരേഷ് ഗോപി. അസൂയാണ്, മുഴുത്ത അസൂയ. ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കാം. അല്ലാതെ ഇവിടെ വരുമ്പോ വാളും പരിചയം പച്ചത്തെറിയായിട്ട് പാഞ്ഞു നടക്കുന്നത് അല്ല ശരിക്കുള്ള സുരേഷ് ഗോപി. ഇതാണ് സുരേഷ് ഗോപി. ആ പ്രോബ്ലം എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ഞാനില്ലേ, അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. നിന്ന് കേരളത്തെ അപമാനിക്കുകയാണ്. ഒന്നാമത് സുരേഷ് ഗോപിക്ക് ഒരു പട്ടിയുടെ വില പോലും നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ നൽകിയില്ല. തന്തയ്ക്ക് വിളിച്ച പോലെ തിരുസുഖം വരട്ടെ. അമിത്ഷാ പറഞ്ഞത് അതിനേക്കാൾ ഒരു പടി കടന്നിട്ടാണ് കേട്ടോ. ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് കേരളത്തിന് നൽകിയിരുന്നു എന്ന പച്ചക്കള്ളം. ഇതൊക്കെ കേട്ടിട്ടും സുരേഷ് ഗോപി അണ്ണാക്കില് പിണ്ണാക്ക് കുടുങ്ങിയ പോലെ പാർലമെന്റിൽ പോയി മിണ്ടാതിരിക്കുകയാണ് ഗൈസ്. ഇവിടെയുള്ള ഒച്ചമേളിയൊന്നും പാർലമെന്റിൽ ചെല്ലുമില്ല. സ്വന്തം സംസ്ഥാനത്തെ അപമാനിക്കുമ്പോഴും അയാൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല, അയാൾക്ക് കഴിയുന്നില്ല, അയാൾ തൊണ്ടയിൽ ശബ്ദം പുറത്തു വരുന്നില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ, ഇത് എന്റെ ഒരു നമ്പറാ. ഇന്നലെ പാർലമെന്റിൽ ജോൺ ബിട്ടാസ് പറഞ്ഞു നിർമ്മലാ സീതാരാമൻ സുരേഷ് ഗോപിയെ പൂർണ്ണമായും അപമാനിച്ച് അവഹേളിച്ച് നാണം കെടുത്തി. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. I am so sad to say that my friend Mr. Suresh Gopi has been completely humiliated. അതൊക്കെ ഉണ്ട്, അടുത്ത ബജറ്റിലുണ്ട്, ഈ ബജറ്റിൽ അടുത്ത ബജറ്റിലുണ്ട് എന്ന് സുരേഷ് ഗോപി തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ തട്ടിവിട്ടു. The next budget is not so very far away. It's only 6 months or less than 6 months. അന്റെ സങ്കല്പങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞാട്ടെ, ഞാൻ എഴുതിക്കോളാം. എഴുതിക്കോ. Has been completely humiliated by the finance minister. ഈ സമയത്ത് സുരേഷ് ഗോപി പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം എഴുന്നേറ്റെങ്കിലും ബ്രിട്ടാസ് വഴങ്ങിക്കൊടുത്തില്ല. തെണ്ടിത്തരല്ലേ കാണിച്ചത്? അതിനുള്ള ബുദ്ധി അയാൾക്കില്ല. ആ മനുഷ്യന് അതിനുള്ള ബുദ്ധിയും ബോധവും വെളിവും ഇല്ലാത്തൊരു മഹാമണ്ടൻ. വനം മന്ത്രി അപമാനിച്ചു സാർ എന്ന് പറഞ്ഞു. വയനാട് ജീവിച്ച മരിച്ച ജനതയെ ഒന്നാകെ അപമാനിച്ചില്ലേ സാർ? ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ അത് ചെയ്തു. ഭൂപേന്ദ്ര യാദവും സുരേഷ് ഗോപി അടക്കമുള്ളവരും ദുരന്തം സംഭവിച്ചിടത്തെ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയായിരുന്നു. എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു. നീ ഇവിടെ കൊണ്ടുപോയിക്കോ, ഞാനിപ്പോ വരാം. അരിയിടിക്കാൻ എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും